ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജലീസ് കറി വേൾഡ്. എല്ലാവർക്കും സുഖമില്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ വന്നിട്ടുണ്ട് ഒരു സിമ്പിൾ കടലക്കറിയുടെ റെസിപ്പി ആയിട്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു 4 വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പിന്നെ 2 പച്ചമുളകും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ പെരിഞ്ജീരകവും എടുത്തിട്ടുണ്ട് കേട്ടോ. 2 പച്ചമുളകും എടുത്തിട്ടുണ്ടായിരുന്നേ. അതൊന്ന് ക്രഷ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് സവോള എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സവോളയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഇതിന് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ. കണ്ട, ഇങ്ങനെ ആയാൽ മതി കേട്ടോ. നമ്മൾ നേരത്തെ ഒന്ന് ചതച്ച് മാറ്റി വെച്ചിട്ടില്ലേ, അതിന് ആ പേസ്റ്റ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. കണ്ട, നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടേ. നമുക്ക് അപ്പമോ ചപ്പാത്തിയോ ഇടിയപ്പമോ അല്ലെങ്കിൽ പുട്ടിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമുക്കിതിലേക്ക് ഒരു നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം. വലിയ തക്കാളി ആയിട്ടാണ് ഞാൻ 1 എടുത്തിട്ടുള്ളതല്ലോ. ചെറുതെങ്കിൽ 2 എടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ രാത്രി തന്നെ 1 കപ്പ് കടല സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമ്മൾ പൊടികളിൻ്റെ പച്ചമണം മാറുമ്പോഴേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക കേട്ടോ. മിക്സ് ചെയ്ത ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. കണ്ട, നല്ല മസാല ആയിട്ട് ഇട്ടിടുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടലയും പിന്നെ അതേപോലത്തെ 1 പൊട്ടാറ്റോയും ചേർത്ത് കൊടുക്കാം. 1 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കടലിട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്തെടുത്താൽ മതി കേട്ടോ. 1 കപ്പ് വെള്ളം, ചെറിയൊരു ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ഒരു 3 വിസിൽ വന്നാൽ മതി കേട്ടോ. നമ്മുടെ കടല നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് കുക്കർ മൂടി വയ്ക്കാൻ മുമ്പ് തന്നെ ഒരു അല്പം കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. 1 നുള്ള് നല്ല ടേസ്റ്റ് ഉണ്ടാവേ. കണ്ട, ജസ്റ്റ് ഒന്ന് ആ മസാല ഒക്കെ മിക്സ് ചെയ്ത ശേഷം നന്നായിട്ട് ഒന്ന്
തിളക്കില്ലേ നമ്മൾ കറി, ആ സമയത്ത് നമുക്ക് ഒരു കപ്പ് ചെറിയൊരു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ മല്ലിയില ഇഷ്ടമുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റ് നോക്കുക, കുറവുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയേ. ഇത്രയുള്ള കേട്ടോ. നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 3 വിസിൽ അടുപ്പിക്കണം കേട്ടോ. നല്ല സിമ്പിൾ കറിയല്ലേ, രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമേ. അതേപോലത്തെ പുട്ടിന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞങ്ങൾക്കിന്നെ കടലക്കറിയും പുട്ടും കേട്ടോ. ഇടിയപ്പം അപ്പം അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ. കണ്ട നമ്മൾ കറി ഇങ്ങനെ ആയിട്ടുണ്ടേ. കണ്ട ഇത്രയല്ല കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. നല്ല തിക്ക് ഗ്രേവി ആയിട്ട് ഇട്ടിട്ടുണ്ടേ. ഒരു 2-3 മിനിറ്റ് ശേഷം നമുക്ക് സെർവ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ കടലൊക്കെ വെന്തിട്ടുണ്ട്. ഇത്രയല്ലോ. എല്ലാവരും ട്രൈ ചെയ്തിനൊക്കെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഈസി പീസി കറി പറയില്ലേ, അതാണ്.